ആലപ്പുഴ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശുവിന് ചികിത്സ ലഭിച്ചില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവിട്ടു. ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുക. അംഗവൈകല്യമുള്ള കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗർഭാവസ്ഥയിൽ ഡോക്ടർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് ഡോക്ടർമാർക്കെതിരെയുള്ള പരാതി. എന്നാൽ 7ാം മാസത്തിൽ തന്നെ കുട്ടിക്ക് ചില വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മാതാപിതാക്കളെ അറിയിച്ചതായി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി പറയുന്നു. സംശയം നേരത്തെ തോന്നി ഡോക്ടർ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം കുറച്ച് കുഞ്ഞിനോടൊപ്പം തന്നെയുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് ഇത്തിരി അധികമാണെന്ന് മനസ്സിലാക്കിയപ്പം അതിനൊരു കാരണം കുഞ്ഞിൻ്റെ അനോമലി ആയിരിക്കുമെന്ന് അവരോട് പറയുകയും അത് കേസ് ഡോക്ടർ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലെ 2 സ്വകാര്യ ലാബുകളിലാണ് 8ഓളം പരിശോധനകൾ നടത്തിയത്. ഈ പരിശോധനാ റിപ്പോർട്ടുകളിലൊന്നും കുട്ടിയുടെ വൈകല്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ലെന്നും അത്തരം സൂചനകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റു പരിശോധനകളിലേക്ക് ഡോക്ടർക്ക് പോകാൻ കഴിയുമായിരുന്നില്ല എന്നുമാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. 2 ദിവസം മുൻപ് പ്രസവിച്ച കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണ്. വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത്. ഡോക്ടറുടെ ഭാഗത്തു നിന്നും കുട്ടിക്കും അമ്മയ്ക്കും ഗർഭാവസ്ഥയിൽ കാര്യമായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് മാതാപിതാക്കളുടെ പരാതി. സൂപ്രണ്ടിന് WMCയിലെ ഡോക്ടറിന് സൂപ്രണ്ടിന് എല്ലാവർക്കും ഞാൻ പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയുടെ മേലിൽ ഞങ്ങൾക്കുണ്ടായ ഇൻസിഡന്റിന് എന്താണെന്നുള്ള പരിഹാരം സർക്കാർ കണ്ടെത്തി തരേണ്ടതാണ്. സർക്കാരിനായ എന്നെക്കൊണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് മുന്നോട്ട് പോകാൻ ഉള്ളതല്ല. അതിനുള്ള പരിഹാരം കണ്ടെത്തി തരേണ്ടത്. റിപ്പോർട്ടിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇപ്പം സ്കാനിംഗ് റിപ്പോർട്ടിലെ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോഴും സ്കാനിംഗ് റിപ്പോർട്ടിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. വാർത്ത പുറത്തുവന്ന ഉടൻ തന്നെ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടിട്ടുണ്ട്. ലാബിന്റെ ഭാഗത്തായാലും ഡോക്ടറുടെ ഭാഗത്തായാലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഉത്തരവ്. കൈരളി ന്യൂസ്, ആലപ്പുഴ.